കമ്മ്യൂണിറ്റി ഷീൽഡിന്റെ ഫൈനൽ മത്സരത്തിൽ 3-0 മാഞ്ചസ്റ്റർ സിറ്റിയെ കീഴടക്കിക്കൊണ്ട് ആർസണൽ കിരീടം നേടിയിരിക്കുന്നു. സീസണിലെ ആദ്യ കിരീടം ആർസണൽ സ്വന്തമാക്കിയിരിക്കുന്നു. ആർസണലിന് വേണ്ടി ആദ്യ മിനിറ്റിൽ തന്നെ കലേപ്പിയോറി 25 സെക്കൻഡിൽ ഫസ്റ്റ് ഗോൾ തന്നെ നേടിയിരിക്കുന്നു. പിന്നീട് കായ ഹവേർട്സ് സ്ട്രൈക്കർ ഒരു മിന്നും ഗോൾ. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേക്കും അവരെ ക്യാപ്റ്റൻ മിഡ്ഫീൽഡർ മജീഷ്യൻ ഒഡേഗാർഡിന്റെ 3ാമത്തെ ഗോളും. എന്താ പറയാ, നോ പെപ്പ് നോ പാർട്ടി, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിലും ഇത്രയും സീസണുകളിലും ഉണ്ടാക്കി വന്നൊരു ആധിപത്യമുണ്ട്. ഇത്രയും അടിപൊളി പ്ലെയേഴ്സ് ഒക്കെ ഉള്ള ഒരു ടീമാണ് ഇന്നലെ ആർസണലിനെതിരെ കളിക്കുന്നതെന്ന് കണ്ടവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. ബാനറുകളും ഒക്കെ പ്ലക്കാർഡ്സ് ഒക്കെ സ്റ്റേഡിയത്തിൽ ഉയർന്നിരുന്നു, നോ പെപ്പ് നോ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. സോ എന്താ പറയാ, ഈ സീസൺ മാഞ്ചസ്റ്റർ സിറ്റി പുതിയ കോച്ചിന്റെ കീഴിൽ എത്രത്തോളം വരെ പോകുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കാം, മേ ബി തിരിച്ചു വരുമായിരിക്കും. ഷാർട്ടറ്റ് സംഘവും രണ്ടും കൽപ്പിച്ചാണ് അവരുടെ മിന്നും ഫോം. കഴിഞ്ഞ വട്ടത്തെ EPL ചാമ്പ്യന്മാര് ആണ് അവരെന്ന് പ്രൂവ് ചെയ്യുന്ന ടൈപ്പിലുള്ള മത്സരമായിരുന്നു ഇന്നലെ. ഫുൾ ആധിപത്യം. അവരുടെ പുതിയ പ്ലെയറും ലെഫ്റ്റ് വിങ്ങറൊക്കെ ആയ ട്രൊസാറിന് പകരം കൊണ്ടുവന്ന പ്ലെയറൊക്കെ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആർസണലിന് നൽകുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. എനിവേ, ആർസണൽ വിൻ ദ മാച്ച്.